എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് വാഴപ്പിണ്ടിയും ചക്കക്കുരുവും കൂടി തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. ചക്കക്കുരു തൊലി കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കാം. വാഴപ്പിണ്ടി അരിയാൻ വേണ്ടി ഞാൻ ഇതിൽ വെച്ച് ഒന്ന് അരിഞ്ഞ് നോക്കുകയാണ്. സാധാരണ ഞാൻ കത്തി കൊണ്ട് കട്ട് ചെയ്ത് നാരെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ചെയ്തപ്പോൾ എനിക്ക് എളുപ്പം തോന്നി, അങ്ങനെ ഇതിൽ വെച്ച് ചെയ്യുകയാണ്. ഈ സ്ലൈസറിൽ തന്നെ അതിൻ്റെ നാരിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്, അത് കാരണം വേഗത്തിൽ ആവുകയും ചെയ്യുന്നുണ്ട്. ഒരു പരീക്ഷണം എന്ന പോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഇപ്പോൾ എല്ലാം അതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. തോരനരിയുന്ന പാകത്തിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചക്കക്കുരുവും അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചക്കക്കുരു നാലായിട്ടൊന്ന് കീറിയിട്ട് ഇങ്ങനെ ഒന്ന് ചെറിയ കട്ടിയിൽ അരിഞ്ഞെടുക്കുക. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. 2 വറ്റൽമുളക് ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിക്കുക. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച് ചക്കക്കുരു ചേർത്ത് കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ച ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കഴിഞ്ഞ് അടച്ച് വെച്ച് ഒന്ന് നല്ലപോലെ തിളച്ച വെള്ളം വറ്റണം. ആ സമയത്തേക്ക് ഇതിന് ആവശ്യമുള്ള കൂട്ട് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 പച്ചമുളക്, 3 കഷ്ണം വെളുത്തുള്ളി, 4 കഷ്ണം ചെറിയ ഉള്ളി, അര സ്പൂണ് ജീരകം, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഈ ഒരു പാകത്തിന് എടുത്താൽ മതിയാകും. ചക്കക്കുരു വെള്ളം വറ്റിയിട്ടുണ്ട്. ഒരു അര വേവ് ആയിട്ടുള്ളൂ ചക്കക്കുരു. ഇനി ബാക്കി ഈ വാഴപ്പിണ്ടിയും കൂടെ ഇട്ടതിന് ശേഷം വെന്തോളും. വാഴപ്പിണ്ടി അതിലേക്ക് ഇട്ട് ഈ സമയം ഇളക്കേണ്ട ആവശ്യമില്ല. അരച്ച കൂട്ടും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ ആവി വരത്തക്ക തരത്തിൽ വയ്ക്കുക. ഇപ്പോൾ നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ അടിയിലെ ചക്കക്കുരു എല്ലാം വെന്തിട്ടുണ്ടാകും. ഇനി പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി തന്നെ കണക്കായിരിക്കും. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി ആവി കയറ്റുക. ഇതിപ്പോൾ എല്ലാം വെന്ത് മിക്സ് ആയിട്ടുണ്ട്. ഇതിനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക്
ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഇട്ട് സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് തോരൻ നല്ല ഡ്രൈ ആയി കിട്ടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.